വചനം കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിന്നെ ഓർത്ത് നീ അനുതപിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുള്ള ആ ബോധ്യം കടന്നു വരുമ്പോൾ അനുതാപം കൊണ്ട് നിറയും. അല്ലെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം, നിന്റെ പാവം എത്ര കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും, രക്തപങ്കിലുമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. ഇതിനൊരു വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ പാപത്തെ ഓർത്ത് കരയാനുള്ളൊരു പ്രേരണയുണ്ടാകും, പാപത്തെ ഓർത്ത് അനുതപിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ രക്ഷിക്കും. അപ്പോൾ ഹൃദയം നുറുങ്ങാനായിട്ട് സങ്കീർത്തനം 147:3 അല്ലെങ്കിൽ സങ്കീർത്തനം 34:17 വചനങ്ങൾ, ഈ വചനങ്ങളൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അനുതാപം നിറയും. അനുതാപം നിറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും, പൈശാചിക ബന്ധനം അഴിയാൻ തുടങ്ങും. കണ്ണുനീരിന്, അതുകൊണ്ടാണ് ബൈബിളില് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തില് കണ്ണുനീരിന് പാപത്തെ മായ്ച്ചു കളയാനായിട്ട് കഴിയും. ആ പാപിനിയായ സ്ത്രീ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി. ഉടനെ അവളെ കുറിച്ച് എഴുതി വെച്ച് ഇവളുടെ നിരവധിയായ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൈശാചിക ബന്ധനം അവിടെ തന്നെ അഴിയാൻ തുടങ്ങി. ഒരു പൈശാചിക ബന്ധനത്തിന് അനുതാപം എത്രമാത്രം വിലപ്പെട്ടതാണ്, അനുതാപം എത്രമാത്രം ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വചനങ്ങൾ. ബന്ധനാവസ്ഥയുടെ തെളിവാണ് ഈ പാപബോധം നഷ്ടപ്പെടുക. ചിലർക്ക് മാരകമായ പാപം ചെയ്താലും അനുതാപമില്ല, അതിൽ തന്നെ തുടരുക. ഏറ്റവും ഗൗരവമായ അബോർഷൻ ചെയ്തു, അല്ലെങ്കിൽ കൊലപാതകം നടത്തി, വ്യഭിചാരം ചെയ്തു, ഏറ്റവും മോശകരമായ പാപങ്ങൾ ചെയ്തിട്ടും അനുതാപമില്ല. ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ? ഇത് ചെയ്തിട്ട് ഒരു അനുതാപം, ഇത് തെറ്റിനെ ന്യായീകരിച്ച് നിൽക്കുക, തെറ്റ് തുടർന്നുകൊണ്ടിരിക്കുക, ഇത് ഒരു ബന്ധനാവസ്ഥയുടെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിൻ്റെ സ്വരവും പിശാചിൻ്റെ സ്വരവും വിവേചിച്ചറിയാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.